സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം റാങ്ക് നേടിയ എറണാകുളം സ്വദേശി സിദ്ധാർത്ഥ് രാംകുമാറിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, കേരളത്തിന്റെ മലയാളികളുടെ അഭിമാനം എന്താണ് ഇപ്പോഴത്തെ പ്രതികരണം? കാത്തിരുന്ന നിമിഷം അത് മുന്നിലെത്തിയിരിക്കുന്നു. പ്രതികരണത്തിലേക്ക് സുഹൈൽ, ഇത് ആദ്യമായല്ല സിദ്ധാർത്ഥ് ഇത്തരത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്നത്. ഇത് പിന്നെയും അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു വിദ്യാർത്ഥിയായി സിദ്ധാർത്ഥ് മാറുന്നു. സിദ്ധാർത്ഥ് നിലവിലില്ല, ഹൈദരാബാദിലാണ്, ട്രെയിനിങ്ങിലാണ്. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് സിദ്ധാർത്ഥിന്റെ പള്ളിമുക്കിലുള്ള വീട്ടിലാണ്. വീട്ടിൽ നിലവിൽ കുടുംബം വലിയ സന്തോഷത്തിലാണ്. സിദ്ധാർത്ഥിന്റെ പിതാവ് രാംകുമാർ, അമ്മ രതി, സഹോദരൻ ആദർശ്, അച്ഛൻ ചിന്മയ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, വലിയ സന്തോഷം, വലിയ അഭിമാനം. താങ്ക് യു. ഇത് ഞങ്ങളെ സമയത്തോളം തന്നെ ഒരു പ്ലസന്റ് സർപ്രൈസാണ്. അപ്പോൾ ഇയാൾ IPS കഴിഞ്ഞ തവണ കിട്ടിയപ്പം IAS നേടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന് പഠിക്കുകയും ചെയ്തു. എഴുതിയപ്പം പറഞ്ഞത് റാങ്ക് ശരിയാകുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റതിനെ ജോയിൻ ചെയ്യാമെന്ന്. നമുക്ക് എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? കഴിഞ്ഞ തവണ IPS, ഇത്തവണ IAS. ഇത് ഒട്ടും അറിയില്ലല്ലോ ഇങ്ങനെ വരുന്നുണ്ടെന്ന്. പെട്ടെന്നുള്ള ഷോക്ക്, സർപ്രൈസും ഒക്കെ. കാരണം ഇന്നിപ്പോൾ TV-യിലും ആൾക്കാർ വിളിക്കുമ്പോഴാണ് അറിയേണ്ടത് പരീക്ഷ എഴുതിയെന്ന്. നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നില്ലേ? കാരണം അതിൽ നവംബർ ചേർന്നു IPS-ന്. അപ്പൊ പിന്നെ നമുക്ക് അറിയില്ല എന്താ ചെയ്യണമെന്ന്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജേർണി ഓഫ് പഠിത്തമൊക്കെ? എങ്ങനെ ഫുൾ ടൈം പഠിത്തമാണോ അല്ലെങ്കിൽ എങ്ങനെ? ടൈം പഠിത്തമൊന്നുമില്ല, ആക്ടിവിറ്റീസ് പുറത്ത് അവിടെ ഇവിടെയൊക്കെ പോവും. ഇഷ്ടമാണ്, കളിക്കാൻ ഇഷ്ടമാണ്. ചേട്ടനുണ്ട് സിദ്ധാർത്ഥിന്റെ. ഇത് വലിയ സർപ്രൈസ് ആയി പോയി തോന്നുന്നില്ലേ? ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. സിദ്ധാർത്ഥ ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ല് IPS കിട്ടി. 23-ല് റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ല് ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക്, ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻ ടു IAS. IAS-ൽ തന്നെ ഉറച്ചു നിൽക്കാനായിരിക്കും താല്പര്യം. IAS ആയിരിക്കും താല്പര്യം. വലിയ സന്തോഷത്തിലാണ് കുടുംബം. സിദ്ധാർത്ഥ നിലവിൽ ഹൈദരാബാദിലാണ്. രാത്രിയോടുകൂടി മാത്രമാണ് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. കഴിഞ്ഞ തവണ IPS കിട്ടി, എന്നാൽ IAS നേടണമെന്നൊരു വാശി ഉണ്ടായിരുന്നു. ആ വാശി നിലവിൽ നിറവേറ്റിയിരിക്കുന്നു. സുഹൈൽ, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. വീട്ടുകാർക്കും വലിയ സർപ്രൈസാണ് സിദ്ധാർത്ഥ് കൊടുത്തത്. IPS ട്രെയിനിങ്ങിൽ ഇരിക്കെ തന്നെയാണ് സിവിൽ സർവീസ് എഴുതി റാങ്ക് മെച്ചപ്പെടുത്തി IAS-ന്റെ പടിവാതിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ